അപ്പോൾ ഹലോ ഗായ്സ്, നമ്മുടെ PHPയിൽ റീഡ് റൈറ്റ് അപ്പൻ്റെ ഈ ഫയൽ ഓപ്പറേഷനിൽ എല്ലാവർക്കും എന്തായാലും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതൊന്ന് ക്ലിയർ ആക്കി തരാനാണ് ഈ വീഡിയോ. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഫയൽസ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതർ ലൊക്കേഷനിലേക്ക് പോയി, ഉബണ്ടുവിലേക്ക് പോയി, വാറിലേക്ക് പോയി, WWയിലേക്ക് പോയി, HTMLലേക്ക് പോയി. എന്നിട്ട് ഇവിടെ നിങ്ങൾ കുറേ ഫയൽസ് ഉണ്ടാവും, പക്ഷേ നമ്മളുടെ സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവില്ല. കാരണം എക്സാം ആയതുകൊണ്ട് അവരെല്ലാം ഫയൽസും ഡിലീറ്റ് ആക്കി വിടും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് ഒരു HTML ഫോൾഡർ കാണപ്പെടും. എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ട ഓപ്പൺ ഇൻ ടെർമിനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ബേസിക്കലി നിങ്ങളൊരു PHPൻ്റെ കോഡ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവണം, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയാണ് മെയിൻ കാര്യത്തിലേക്ക് വരുന്നത്. ഈ റീഡ് റൈറ്റ് അപ്പൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ആക്കി ഒരു കോഡ് തന്നിട്ടുണ്ടാവും, എല്ലാം കൂടി ചേർന്നൊരു കോഡും കൂടി തന്നിട്ടുണ്ടാവും. 2 കോഡ് ഞാൻ തന്നിട്ടുണ്ടാവും. ഈ സെപ്പറേറ്റ് ആക്കി ചെയ്യുന്ന സമയത്ത് ആദ്യം ആരും റീഡ് എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട, അതായത് റീഡ് എന്ന് പറയുന്ന കോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, റീഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഫയലിൻ്റെ കാര്യം റീഡ് ചെയ്യാനാണ്. ഇപ്പോൾ എന്താ പറയുക, sample.txt അല്ലെങ്കിൽ sample.php എന്നൊരു ഫയൽ ഉണ്ടെന്ന് വെക്കുക. ആ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ മാത്രം ആ റീഡ് എന്ന് പറയുന്ന കോഡ് എന്താവുള്ളൂ, വർക്കാവുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ gedit എന്താണ്, ഞാൻ റീഡല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ read.php ഇതാണ് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആക്കി നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, റീഡിൻ്റെ കോഡ് ചെയ്യും. അപ്പോൾ gedit read.php കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ഫയൽ വരും, കോഡൊക്കെ എഴുതും. ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണും. നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇത്രേ കോഡുള്ളൂ റീഡിൻ്റെ. അപ്പോൾ എന്ത് എഫ് ഓപ്പൺ a.php, ഈ a.php എന്ന് പറയുന്ന ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിലേ മാത്രം എന്ത് ചെയ്യുള്ളൂ, റീഡ് ചെയ്യുള്ളൂ. റീഡ് പറഞ്ഞാൽ എന്താണ്? ആദ്യം റീഡ് പറഞ്ഞാൽ ഫയലിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഉള്ള ഡേറ്റാസ്, അതായത് ഓൾറെഡി ആ ഫയൽ ആ കമ്പ്യൂട്ടറിൽ എക്സിസ്റ്റ് ആണ്, ആ ഫയലിൻ്റെ അകത്തുള്ള ഡേറ്റാസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് നമ്മൾ കാണുക മാത്രമേ ഉള്ളൂ, വ്യൂ മാത്രം ചെയ്യുന്നുള്ളൂ. അതാണ് റീഡ്. അതെല്ലാവർക്കും അറിഞ്ഞിരിക്കണം ഫയലിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഈ സാധനം ആദ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരാൻ. കാരണം നമ്മൾ റീഡ് മാത്രമല്ലല്ലോ ചെയ്യാൻ പോകുന്നത്, നമ്മൾ റൈറ്റും ചെയ്യണം, അപ്പൻഡും ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഓൾറെഡി a.php എന്ന് പറയുന്ന ഫയൽ അവിടെ എക്സിസ്റ്റ് അല്ല. അപ്പോൾ ആദ്യം തന്നെ കൊണ്ട് റീഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ആദ്യം ആ ഫയൽ ക്രിയേറ്റ് ചെയ്യണം റൈറ്റ് ഉപയോഗിച്ച്, പിന്നെ അപ്പൻഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, റീഡ് ചെയ്താൽ മതി. കാരണം റീഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഫയലേ എക്സിസ്റ്റ് അല്ല. പിന്നെ നമ്മളത് ചെയ്തിട്ട് എന്തായാലും റീഡ് ചെയ്യാൻ ആ ഫയലേ, അങ്ങനെ ഒരു ഫയലേ എക്സിസ്റ്റ് അല്ല. അപ്പോൾ അതിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും അത് ആദ്യം ചെയ്യേണ്ട. ആദ്യം എല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ചെയ്യാം. ആദ്യം geditൽ പോയിട്ട് എന്ത് ചെയ്യണം, ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ആദ്യം നിങ്ങൾക്ക് വരണം. ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം, സെപ്പറേറ്റ് ആക്കിയിട്ടും ചെയ്യാം റീഡ് റൈറ്റ് അപ്പൻഡ്. അപ്പോൾ ആദ്യം സെപ്പറേറ്റ് ആക്കി ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ എപ്പോഴും ആദ്യം റൈറ്റ് തന്നെ ചെയ്യണം. ഓക്കെ, അതാണ് ബെസ്റ്റ് മെത്തേഡ്. കാരണം നിങ്ങൾ ആദ്യം തന്നെ കൊണ്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫയൽ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഡേറ്റയും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത ഫയലും കൊണ്ട് നമ്മൾ എന്ത് റീഡ് ചെയ്യും? എന്തെങ്കിലും ഉണ്ടോ റീഡ്? അങ്ങനെ ഒരു ഫയലേ ഇല്ല. അപ്പോൾ അത് റീഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് വർക്കാവില്ല. ഓക്കെ, അപ്പോൾ gedit write.phpയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന ഫയലിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. കണ്ട PHPൻ്റെ ടാഗ് ഓപ്പൺ ചെയ്തു. ഇതെന്ന് പറയുന്നതാണ് വേരിയബിൾ. നിങ്ങൾക്ക് $f ഫയലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് എന്ത് വേണമെങ്കിലും, ഒരു വേരിയബിളിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാമല്ലോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വേരിയബിൾ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കുക. അതിൻ്റെ അകത്ത് എഫ് ഓപ്പൺ, ഇതൊക്കെയാണ് ഫയൽ ഓപ്പറേഷൻസിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എഫ് ഓപ്പൺ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, a.php എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, എന്നാണ് കൊടുത്തിരിക്കുന്നത്. W എന്താ ചെയ്യുക, റൈറ്റ് ചെയ്യും. അതായത് ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നീസീനാഡ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും, ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഈ നീസീനാഡ എന്ന് പറയുന്ന ഡേറ്റ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്താണ് ഈ എഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേരിയബിളാണ് നമ്മൾ ഫയൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്തത്, $f ആണ്. അപ്പോൾ $f കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. എന്നിട്ട് PHP ടാഗ് ആദ്യം എന്താ വരിക, ക്വസ്റ്റ്യൻ മാർക്കും ഗ്രേറ്റർ ദാൻ സിമ്പിളും. അത്രയേ ഉള്ളൂ റൈറ്റ് ഓപ്പറേഷൻ. ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രൗസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ബ്രൗസറിൽ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്, ലോക്കൽ ഹോസ്റ്റിലേക്ക് പോകണം. ലോക്കൽ ഹോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൻ്റെ പേരെന്താണ്, റൈറ്റ്.php. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒന്നും കാണിക്കില്ല. ആദ്യം എന്തായാലും ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒന്നും കാണിക്കില്ല. റൈറ്റായി, അതായത് റൈറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ക്രീൻ കാണിക്കും. അഥവാ റൈറ്റ് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ലോക്കൽ സെർവർ എന്താ പറയുക, നെറ്റ്വർക്ക് കണക്ട് ആയിട്ടില്ല അങ്ങനെ പറഞ്ഞ എറർ ബ്ലാക്ക് കളറിൽ കാണിക്കും. ഇങ്ങനെ വൈറ്റ് കളറിൽ ക്ലിക്ക് ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങളുടെ ഫയൽ റൈറ്റ് ആയി കഴിഞ്ഞു, അതായത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു, അതിനകത്ത് ഡേറ്റ വന്നു കഴിഞ്ഞു. എന്നിട്ട് ഈ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട
എനിക്ക് a.php എന്ന് പറയുന്ന ഒരു ഫയൽ പുതിയതായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ആദ്യം റൈറ്റ് കോഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം ബ്ലാങ്ക് ആയിട്ട് ഒരു സ്ക്രീന് വരും. ഈ സ്ക്രീന് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, തിരിച്ച് ബാക്കിൽ വന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് എന്ത് ചെയ്യണം, റെഫ്രഷ് അടിക്കണം. ഒരു 2 പ്രാവശ്യം റെഫ്രഷ് അടിച്ചോ. എന്നിട്ട് നിങ്ങൾക്ക് താഴെ കാണിക്കും a.php എന്നൊരു ഫയൽ. നിങ്ങൾ ഏത് പേരാണോ കൊടുത്ത് സേവ് ചെയ്ത ഫയൽ, ആ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്തേ. അത് ക്ലിക്ക് ചെയ്ത് കണ്ട നീ സീനാട എന്ന് പറയുന്ന ഫയൽ എന്ത് ചെയ്തു, ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ റീഡ് റൈറ്റ് അപ്പൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അപ്പോൾ ആദ്യം നമ്മൾ ഇതാരും നോക്കണ്ട, ഇത് നോക്കേ വേണ്ട, റീഡൊന്നും ആദ്യമല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ റൈറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റിൻ്റെ ഓപ്പറേഷൻ എന്തായി, സക്സസ്ഫുൾ ആയി. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, അപ്പൻഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ geditലേക്ക് പോയി തിരിച്ച് നമ്മൾ അപ്പൻഡിൻ്റെ കോഡ് എന്ത് ചെയ്യണം, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആക്ച്വലി റൈറ്റിൻ്റെ കോഡ് അങ്ങനെ കോപ്പി ചെയ്താൽ മതി. കണ്ട, ഒരു വ്യത്യാസമില്ല, അതേ തന്നെയാണ്. ഈ W മാറ്റിയിട്ട് ഞാൻ എന്താക്കി, അതായത് ഇവിടെ ഓൾറെഡി W ഉണ്ടായിരുന്നു, അതിനെ ഞാൻ എന്താക്കി, A ആക്കി. ഈ A എന്ന് ആക്കിയത് കൊണ്ട് എന്താ മാറിയത്, ഇവിടെ എന്താവും, അപ്പൻഡിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ കണ്ട വണക്കം മച്ചാനെ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നീ സീനാടാന്നല്ലേ ഈ a.php കാണപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ നീ എന്താ പറയുക, വണക്കം മച്ചാനെ എന്ന് കൂടി ചേർന്ന് വരുന്നതാണ് അപ്പൻഡ്. അതായത് ഓൾറെഡി ഉള്ള ഡേറ്റാസിനെ ഡിലീറ്റ് ചെയ്യില്ല. ഓൾറെഡി ഉള്ള ഡേറ്റ ഏതാണ്, ഉള്ള ഡേറ്റ നീ സീനാടാ പറയണതാണ് ഡേറ്റ. ഈ ഉള്ള ഡേറ്റനോട് വേറൊരു ഡേറ്റ കൂടി, പുതിയൊരു ഡേറ്റ എന്ത് ചെയ്യും, ഇതിനോടൊപ്പം ചേർക്കും. ഈ ഓൾറെഡി ഉള്ള ഡേറ്റാവും വെച്ചിട്ട് പുതിയൊരു ഡേറ്റ കൂടി ചേർക്കുന്നതാണ് അപ്പൻഡ്. അപ്പൻഡ് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഫയൽ നമ്മൾ കുത്തി കയറി നമ്മളൊരു പുതിയ ഡേറ്റ കയറ്റുന്നതാണ് അപ്പൻഡ്. അങ്ങനെ മനസ്സിലാക്കിയാലും മതി. ഇപ്പം ഞാൻ എന്താണ് വണക്കം മച്ചാനെ എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്രോമിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്തു, ലോക്കൽ ഹോസ്റ്റിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പൻഡ് ഇതല്ലേ. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം app.php എന്നാണ്. അപ്പോൾ അപ്പൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചൊരു ബ്ലാങ്ക് ആയിട്ട് ഒരു സ്ക്രീൻ കാണിക്കും. ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് സ്ക്രീൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പൻഡ് കോഡ് സക്സസ്ഫുൾ ആയി. തിരിച്ച് ബാക്കിലേക്ക് പോവുക. എന്നിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞ പോലെ റെഫ്രഷ് ചെയ്തിട്ട് വേണം ഇത് നോക്കാൻ. നമ്മളുടെ a.php നിങ്ങൾ ഏതാണോ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. കണ്ട നീ സീനാടാന്നോടൊപ്പം ഇപ്പം എന്ത് വന്നു, വണക്കം മച്ചാനെയും കൂടി കണ്ട ചേർന്ന് വന്നത്. അപ്പം ഫയൽ എന്തായി, അപ്പൻഡായി. ഒന്നുമില്ല, റൈറ്റിൻ്റെ അതേ കോഡ് തന്നെയാണ് എന്ത്, അപ്പൻഡിൻ്റെ കോഡും. അവിടെ ആകെ മാറുന്നത് എന്താണ്, ഈ W പകരം A എന്ന് പറയുന്ന സാധനം മാറും. പിന്നെ ഒരു പുതിയ ഒരു പ്രിന്റ് എഫും കൂടി നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം നീ സീനാടാ എന്ന് പറയുന്നത് അതേ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ 2 പ്രാവശ്യം നീ സീനാടാ വന്നു കഴിഞ്ഞാൽ അപ്പൻഡായി എന്നറിയും. പക്ഷെ നിങ്ങൾക്ക് വേറൊരു ടെക്സ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറൻസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഫയൽ നെയിം പ്രിന്റിൽ എന്താ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കുക. പക്ഷേ ഈ കാര്യങ്ങൾ ഈ AWR എന്നൊക്കെയാണ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റൈറ്റും കഴിഞ്ഞു, അപ്പൻഡും കഴിഞ്ഞു. ഇതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് എന്ന് പറയുന്ന സാധനം ചെയ്യണം. അപ്പോൾ റീഡ് എന്ന് പറയുന്ന കോഡ് ഓപ്പൺ ചെയ്തു. കണ്ട, റീഡ് എന്ന് പറയുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ആദ്യം നിങ്ങൾ PHP ടാഗ് ഓപ്പൺ ചെയ്യണം, ഫയൽ ഓപ്പൺ ചെയ്യണം. a.php എന്നാണ് ഫയലിൻ്റെ പേര്. പിന്നെ ഇവിടെ കണ്ട നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, 6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 6 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, റീഡ് ചെയ്യും. എന്നിട്ട് എക്കോ. എന്തുകൊണ്ടാണ് നമ്മൾ എക്കോ എന്ന് പറയുന്ന സാധനം റീഡിലും റൈറ്റിലും അപ്പൻഡിലും നമ്മൾ എക്കോ എന്ന് പറയുന്ന സാധനം കൊടുത്തില്ല? എന്തുകൊണ്ടാണ്? അതിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഡേറ്റ കയറ്റുകയാണ്, നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഡേറ്റ അതിൽ ഇനീഷ്യലൈസ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ഇവിടെ എക്കോ കൊടുക്കുന്ന കാരണം എന്താണ്, ഓൾറെഡി ആ ഫയലിലുള്ള ഡേറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ അത് പ്രിൻ്റായി വരാനാണ്, പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് എക്കോ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത്. നമുക്ക് റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഉള്ള ഫയലിലുള്ള ഡേറ്റാസ് നമ്മൾ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് റീഡ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അതിലുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എക്കോ ചെയ്യണം പറഞ്ഞാൽ ഇപ്പോൾ ഈ a.php എന്ന് പറയുന്ന ഫയലുള്ള ഡേറ്റാസ് എല്ലാം എക്കോ ആയി വരും. എക്കോ ആയി പറഞ്ഞാൽ പ്രിൻ്റായി വരും. അപ്പോൾ എഫ് റീഡ് എന്നാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള 2 എണ്ണം ഇപ്പോൾ റൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ എഫ് റൈറ്റും അതേപോലെ അപ്പൻഡിലും എഫ് റൈറ്റ് തന്നെയാണ്. ആകെ കണ്ട റീഡ് റൈറ്റിലും അപ്പൻഡിലും വരുന്നത് നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. റൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ W എന്താ പറയുക, അപ്പൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എയും എത്ര വരും, ഈ പ്രിന്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മാറും. അത്രേ ഉള്ളൂ റീഡിനും റൈറ്റിലുള്ള ചേഞ്ചസ്. പക്ഷേ എന്താ പറയുക, റൈറ്റിനും അപ്പൻഡിലുള്ള ചേഞ്ചസ്. ഇനി അപ്പോൾ റീഡ് എന്ന് പറയുമ്പോഴാണ് ഈ എക്കോ പറയുന്ന സാധനം വരുന്നത്. ഫംഗ്ഷൻ്റെ പേര് തന്നെ മാറുന്നത് എഫ് റീഡ് എന്ന് മാറും. $F നമ്മുടെ വേരിയബിളിൻ്റെ പേര് കൊടുത്തു, കോമ ഫയൽ സൈസ്. കണ്ട ഇവിടെ ഒരു ഫംഗ്ഷൻ, പുതിയൊരു ഫംഗ്ഷൻ ഫയൽ സൈസ്. ഇതെന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ച് അതെന്ത് ചെയ്യും, റീഡ് ചെയ്യും. അതായത് ഈ a.php എന്ന് പറയുന്ന ഫയലിന് ഉള്ളിലുള്ള എന്താ പറയുക ഡേറ്റാസ് എല്ലാം റീഡ് ചെയ്യാനാണ് ഈ ഫയൽ സൈസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മളുടെ എന്താണ് പേര്, നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുത്തു, ബ്രാക്കറ്റ് 2 ബ്രാക്കറ്റ്സ് ഉണ്ട്. ഫംഗ്ഷൻ സൈസിൻ്റെയും എഫ് റീഡിൻ്റെയും ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ടു. റീഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, എന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാ ഓപ്പറേഷൻ കാരണം ഫയൽ ക്ലോസ് ചെയ്യണം, PHP ടാഗ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് ക്രോമിലേക്ക് നമ്മൾ പോയി തിരിച്ച് നമ്മൾ ലോക്കൽ ഹോസ്റ്റിലേക്ക് എത്തി റെഫ്രഷ് ചെയ്തു. കണ്ട read.php എന്ന് പറയുന്ന സാധനം ഓപ്പൺ ചെയ്യുക. ഇവിടെ കണ്ട നീ സീനാടാന്ന് വന്നു, വണക്കം മച്ചാനെ എന്നു 2ഉം കൂടി വന്നു.
ഇനി ഞാനിപ്പോൾ തിരിച്ച് റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അറിയോ? ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പം എന്താണ് റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, അപ്പൻഡും ഉണ്ട്, പിന്നെ a.php എന്ന് പറയുന്ന ഫയലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ റൈറ്റ് കൊടുത്താൽ നിങ്ങൾ എന്താവെന്ന് പറയണം. റൈറ്റുള്ള വ്യത്യാസം എന്താണ്? റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീ സീനാടാന്നുണ്ട്, വണക്കം മച്ചാനേന്നുണ്ട്. പക്ഷേ നമ്മൾ അപ്പൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നീ സീനാട മാത്രം ഉണ്ടായിരുന്നു, അതിനോടൊപ്പം ചേർത്ത് വണക്കം മച്ചാനേയും കൂടി ചേർന്ന് വന്നതാണ്. പക്ഷെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വില്ലൻ ഓഫ് ദി സ്റ്റോറി എന്നാ പറയുക. കാരണം ഈ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഡേറ്റാസിനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് കൊടുത്തോ ഡേറ്റ അത് മാത്രം കാണിക്കുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞില്ലേ, ഇവിടെ കണ്ട റൈറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സക്സസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ വരും. ഇനി ഞാൻ തിരിച്ച് a.php എന്ന് പറയുന്ന ഫയലിലേക്ക് ഞാൻ പോവാണ്. കണ്ട നീ സീനാട മാത്രമേ ഉള്ളൂ, വണക്കം മച്ചാരെ എന്തായി? ഡിലീറ്റ് ആയി. അതാണ് ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ടൊരു ഡേറ്റ ആണ് റൈറ്റ് കയറ്റുക. അപ്പോൾ എന്ത് ചെയ്യും? റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ചെയ്യുക? ഇങ്ങനത്തെ കാര്യങ്ങൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ തിരിച്ചു കൊണ്ട് എന്ത് ചെയ്യും? ഇപ്പം അപ്പൻ്റെ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ബ്ലാങ്ക് സ്ക്രീൻ എത്തി, സക്സസ് ആയി, റെഫ്രഷ് ചെയ്തു, എന്നിട്ട് a.php പോകേണ്ട കണ്ട വണക്കം മച്ചാനി വന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് റീഡ് റൈറ്റ് അപ്പൻ്റെ വരുന്നത്. ഇപ്പോൾ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഡേറ്റാസ് കാണിക്കും. ഇനി ഇതൊക്കെ ആക്ച്വലി നല്ല തലവേദനയാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ടും ചെയ്യാം. ഫുള്ളായിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ. അതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീഡ് റൈറ്റ് അപ്പൻഡ് ഇതെല്ലാം കൂടി നമ്മൾ പുതിയ ഒരു എന്താണ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ മെത്തേഡാണ് ഗൈസ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലെ വരിക, ടെർമിനലിൽ ഓപ്പൺ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഒരേറ്റ കോഡ് മാത്രം മതി. gedit നിങ്ങൾക്ക് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് കുറേ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫുൾ ഡോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓൾറെഡി കണ്ട ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോഡ് നിങ്ങൾ അടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കണ്ട എല്ലാത്തിനും ഒറ്റ PHP ടാഗേ ഉള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ PHP ടാഗേ ഉള്ളൂ. അതിൽ റൈറ്റ് ഉണ്ട്, അപ്പൻഡ് ഉണ്ട്, റീഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓർഡർ കണ്ട ആദ്യം ഫയൽ റൈറ്റ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. കാരണം എന്ത് ഫയലിനാണ്? super.php എന്നാണ് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നീ സീനാട വരണം. അത് കഴിഞ്ഞിട്ട് അപ്പൻഡിൽ എന്താ ചെയ്തിരിക്കുന്നത്? super.php. അതേപോലെ വണക്കം മച്ചാനെ, അതായത് നീ സീനാടാന്നൊപ്പം എന്ത് കൂടി ചേർന്ന് വരണം? വണക്കം മച്ചാനെ വരണം. എന്നിട്ട് ക്ലോസ് ചെയ്തു. അവസാനമാണ് റീഡ്. ഈ ഓർഡർ മാറാനേ വരില്ല. റൈറ്റ്, അപ്പൻഡ്, റീഡ്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? റീഡിൻ്റെ ഫംഗ്ഷൻ കൊടുത്തു, എക്കോ ചെയ്തു, പ്രിൻ്റ് ചെയ്തു. കാരണം എല്ലാം കൂടി ഒറ്റ ഫയൽ. ഏറ്റവും എളുപ്പം ഇതാണ്. എന്നിട്ട് ബ്രൗസറിലേക്ക് പോവാം, റെഫ്രഷ് അടിക്കാം. ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക super.php എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഫയൽ ക്രിയേറ്റ് ഞാൻ കൊടുത്തിൻ്റെ പേര് super.php എന്നാണ്. എവിടെയെങ്കിലും അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം നമ്മളെ കോഡ് റൺ ചെയ്താൽ ആ super.php എന്ന് പറയുന്ന ഫയൽ എന്താവും? ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുള്ളൊന്ന് കൊടുത്തു കഴിഞ്ഞു. കണ്ട നീ സീനാട. ആക്ച്വലി ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ full.php കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്ക്രീൻ വരാത്തത്? നിങ്ങൾ ചോദിക്കാം. എടാ റൈറ്റിനും അപ്പൻഡിനും നീ പറഞ്ഞ പോലെ ബ്ലാങ്ക് സ്ക്രീൻ എടാ കാണിക്കുന്നത്. അത് സെപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഞാൻ എന്താ ചെയ്തത്? ഇവിടെ റീഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇതിപ്പോൾ ബ്ലാങ്ക് സ്ക്രീൻ അല്ലാതെ എന്ത് ചെയ്തത്? നമുക്ക് റീഡായിട്ടുള്ള ഡേറ്റാസ് കാണിച്ചത്. ഇപ്പം നിങ്ങൾ ഒന്നും കൂടി റെഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ super.php കാണിക്കുന്നത് കണ്ടോ? ഇപ്പോൾ ഈ super.php കണ്ട വന്നിട്ടുണ്ട്. എന്നിട്ട് full.php കൊടുത്തു കഴിഞ്ഞാൽ റീഡും ആവും. ഇത്രയേ ഉള്ളൂ. പക്ഷേ റീഡിൻ്റെ കോഡ് ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്താവും? നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആയിട്ടൊരു സ്ക്രീൻ കാണിക്കും. ബ്ലാങ്ക് ആയിട്ടുള്ള സ്ക്രീൻ കാണിച്ചു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ റൈറ്റും അപ്പൻഡും ആയിട്ടുണ്ട്, പക്ഷേ റീഡ് ആയിട്ടില്ല. ഇപ്പം കണ്ട റെഫ്രഷ് ചെയ്ത് കണ്ട ബ്ലാങ്ക് ആയിട്ടുള്ള സ്ക്രീൻ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ റീഡിൻ്റെ കോഡ് അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് റീഡ് ആവുന്നില്ല. പക്ഷേ എന്താവുന്നുണ്ട്? അതിന് പകരം റൈറ്റും ആവുന്നുണ്ട്, അപ്പൻഡും ആവുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ super.php ക്രിയേറ്റ് ആയ ഫയൽ കയറി നോക്കിയാൽ കണ്ട റൈറ്റ് ആയിട്ടുണ്ട്, റീഡ് ആയിട്ട് അപ്പൻഡ് ആയിട്ടുണ്ട്. ഈ റീഡ് ആയിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ കോഡ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇവിടെ കാണിക്കുന്നില്ല, കാരണം റീഡിൻ്റെ കോഡ് ഞങ്ങൾക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ Ctrl+Z കണ്ട റീഡിൻ്റെ വന്നു. ഇപ്പോൾ ഒന്നും കൂടി നമ്മൾ പോയി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റീഡിൻ്റെ ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡ് റൈറ്റ് ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കുക. ഓക്കെ, ഏറ്റവും എളുപ്പം ഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. ഫുള്ളായിട്ട് തന്നെ നിങ്ങളെല്ലാം ഒരൊറ്റ കോഡിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഓർഡർ മറക്കണ്ട. റൈറ്റ് അപ്പൻഡ് റീഡ് തന്നെ ചെയ്യുക ഏറ്റവും എളുപ്പം. അതേപോലെ റീഡ് റൈറ്റ് അപ്പൻഡ് എന്നുള്ള ഓർഡറിൽ ചെയ്യാം. പക്ഷേ അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ചില സിസ്റ്റത്തിൽ പെർമിഷൻ ഇഷ്യൂസൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ കാര്യങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെയാണ് പോവുക. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ.